ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന പ്ലേയുടെ നെയിം ദ മാൻ ഹൂ ടേൺഡ് ഇൻ ടു എ സ്റ്റിക്ക്. സോ ഇത് എഴുതിയിട്ടുള്ളത് കോബോ അബെ. ഇത് ജാപ്പനീസിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ഡൊണാൾഡ് കീനെ ആണ്. ഓക്കെ, സോ ഇതിലെ ക്യാരക്ടേഴ്സിനെ നോക്കാം. മാൻ ഫ്രം ഹെൽ, അയാളൊരു സൂപ്പർവൈസറാണ്. വുമൻ ഫ്രം ഹെൽ, അവൾ എർത്തിലെ ഡ്യൂട്ടീസൊക്കെ ചെയ്യാനായിട്ട് റീസെൻ്റ്ലി അപ്പോയിൻറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ദ മാൻ ഹൂ ടേൺഡ് ഇൻ ടു സ്റ്റിക്ക്, ഒരാൾ സ്റ്റിക്കായി മാറുന്നുണ്ട് അയാൾ. പിന്നെ ഹിപ്പി ബോയ്, ഹിപ്പി ഗേൾ. ഹിപ്പി ബോയ്, ഹിപ്പി ഗേൾ എന്ന് പറഞ്ഞാൽ ഈ ഹിപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ട് കാലത്ത്, അതായത് ഒരു 1964 ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കോളേജിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മൂവ്മെൻ്റാണ് ഹിപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് പിന്നീട് മറ്റുള്ള കൺട്രീസിലോട്ടൊക്കെ അതിങ്ങനെ സ്പ്രെഡായി പോകുന്നുണ്ട് ആ ഒരു മൂവ്മെൻറ്റ്. സോ ഈ ഗേൾസും ബോയ്സും ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ഫാഷനൊക്കെ ആയിരുന്നു അവർക്ക് അന്നുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. സോ ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബ് അല്ലേ. സോ അവരെയാണ് ആക്ച്വലി ഹിപ്പീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ വരുന്ന രണ്ട് ക്യാരക്ടറാണ്. ഹിപ്പി ബോയും ഉണ്ട്, ഒരു ഹിപ്പി ഗേളും ഉണ്ട്. ദെൻ ഹെല്ലിൽ നിന്നും വരുന്ന ഒരു വോയിസ് ഫ്രം ഹെൽ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് ചാപ്റ്റർ നോക്കാം. സോ ജൂൺ മാസം ആയിട്ടുണ്ട്. ഒരു സൺഡേ ആഫ്റ്റർനൂണാണ്. നല്ല ഹോട്ടാണ് ആൻഡ് സ്റ്റിക്കിയുമാണ്. സ്റ്റിക്കി എന്ന് പറഞ്ഞാൽ ചൂടാവുമ്പം വേർക്കും. സോ ആ ഒരു സ്റ്റിക്കി അവസ്ഥയാണ് കേട്ടോ അവിടെ പറയുന്നത്. ആൻഡ് ഒരു മെയിൻ റോഡുണ്ട്. ആ മെയിൻ റോഡ് പോകുന്നത് ടൗണിലോട്ടാണ്. എന്നിട്ട് അത് അവസാനിക്കുന്നത് ഒരു ടെർമിനൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലാണ്. ടെർമിനൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് സ്റ്റോറാണ്. സോ അതിങ്ങനെ ഡിവൈഡഡ് ആയിരിക്കും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വിൽക്കുന്നുണ്ടാവും, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും. അതായത് നമുക്ക് ഫേർണിഷിങ്സ് കാണാനായിട്ട് പറ്റും. അതുപോലെ ഇലക്ട്രോണിക്സ് കാണാം, ക്ലോത്തിങ് കാണാം, ഫുഡ് വെയർ, ടോയ്സ്, കോസ്മെറ്റിക്സ്, അങ്ങനെ ഈവൻ ചില സമയത്ത് ഗ്രോസറീസൊക്കെ കാണാം. സോ ഒരുപാട് ഡിഫറെൻറ്റ് ഐറ്റംസ് വിൽക്കുന്ന ഒരു ലാർജ് സ്റ്റോറിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്ന് പറയാം. ഒരുപാട് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടായിരിക്കും അവിടെ ഓരോരോ പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ടാവുക. അതാണ് ടെർമിനൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. ഓക്കെ, ഒരു ബസ്ലിംഗ് ആയിട്ടുള്ള സിറ്റിയാണ് അല്ലേ, നല്ല തിരക്കുള്ള ഒരു സിറ്റിയാണ്. ഒരു യങ് മാനും ഒരു യങ് വുമണും സൈഡ് വാക്കിലിങ്ങനെ ഇരിക്കുകയാണ്. സൈഡ് വാക്കിനെ കുറച്ച് പിക്ചേഴ്സ് അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സൈഡ് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പാത എന്നൊക്കെ പറയും. സോ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ആരാണ് ഇരിക്കുന്നത്? ആ ഒരു യങ് മാനും യങ് വിമണും ആരാണ്? അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹിപ്പി ഗേളും ഹിപ്പി ബോയും. ഓക്കെ, സോ അവരിങ്ങനെ ദൂരത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സറൗണ്ടിങ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊന്നും അവർ അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ആകാശത്ത് നിന്നും അല്ലെങ്കിൽ സ്കൈയിൽ നിന്നും എന്ത് വീഴുന്നുണ്ട്? ഒരു സ്റ്റിക്ക് താഴോട്ട് വീഴും. ഓക്കെ, ഒരു ഓർഡിനറി സ്റ്റിക്കായിരുന്നു അത്. അതിന് ഏകദേശം 4 ഫീറ്റ് ലെങ്ത് ഉണ്ടായിരുന്നു. സോ അതിങ്ങനെ സ്കൈയിൽ നിന്നും റോൾ ചെയ്ത് ഒരുപാട് ശബ്ദമൊക്കെ ഉണ്ടാക്കി താഴോട്ട് ഗട്ടറിലോട്ട് വീഴും. ഓക്കെ, എന്നിട്ട് ഹൊറിസോണ്ടലിയാണ് ഇപ്പം ആ ഒരു ഗട്ടറിൽ വീണ് കിടക്കുന്നത്. അത് ഈ ഹിപ്പീസിൻ്റെ അടുത്താണ് കേട്ടോ അത് വീണ് കിടക്കുന്നത്. അവരാദ്യം ആ ഒരു സ്റ്റിക്ക് നോക്കി, എന്നിട്ട് അവർ മേലോട്ട് നോക്കി. അതെവിടെ നിന്നുമാണ് വീണത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു സ്റ്റിക്ക് അവരുടെ ദേഹത്തോട്ട് വീണിരുന്നെങ്കിൽ അവർക്ക് ഒരുപാട് പരുക്കുണ്ടാവുമായിരുന്നു അല്ലേ. പക്ഷെ അവർ ഭയങ്കര മൈൽഡായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അവർക്കത് ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അഥവാ അതിനെ വലിയൊരു പ്രശ്നമൊന്നും ആക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ അതിന് ശേഷം മാൻ ഫ്രം ഹെല്ല് ലെഫ്റ്റ് ഭാഗത്തു നിന്നും വരും. അതേസമയം വിമൻ ഫ്രം ഹെല്ല് റൈറ്റ് ഭാഗത്തു നിന്നും വരും. എന്നിട്ട് ഹിപ്പി ബോയ് പറയും, ആ ഒരു സ്റ്റിക്ക് എന്തായാലും അങ്ങോട്ട് വീണത് കുറച്ച് ഫീറ്റ് അപ്പുറത്തോട്ട് വീണത് നന്നായി, അല്ലെങ്കിൽ ഒരുപാട് ഡേഞ്ചർ ഉണ്ടാക്കുമായിരുന്നു എന്ന് ആ ഒരു ഹിപ്പി ബോയ് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഹിപ്പി ബോയ് ആ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ആ ഒരു പേയ്മെൻറ്റിൽ ഇങ്ങനെ തട്ടിയിട്ട് ഒരുപാട് സൗണ്ട് ലൈക്ക് ഒരു റിതമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സോ ഹിപ്പി ഗേളിന് അത് ഏത് റിതമാണ് എന്നൊക്കെ അറിയണം. സോ അവളതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഹിപ്പി ഗേൾ മേലോട്ട് നോക്കുമ്പോൾ റൂഫിൻ്റെ മേലെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ റൂഫിൻ്റെ മേലെ ഒരു ബോയിനെ കാണും.
അപ്പോൾ അവൾ ചിന്തിക്കുകയാണ് ആ ബോയ് ആയിരിക്കും മേ ബി ഈ ഒരു സ്റ്റിക്ക് താഴോട്ട് എറിഞ്ഞിട്ടുണ്ടാവുക. സോ ആ ഒരു ബോയിനെ കണ്ടപ്പോൾ അവൾക്കൊരു സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടീനെ പോലെ തോന്നുവാണ്. സോ ആ കുട്ടി റൂഫിൻ്റെ മേലെ നിന്ന് കളിക്കുമായിരുന്നിരിക്കണം എന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. സോ ഹിപ്പി ബോയ് പറയുന്നുണ്ട് അവന് ഇങ്ങനത്തെ കൈൻഡ്സ് ഓഫ് ബോയ്സിനെ ഇഷ്ടമല്ല, അവന് ഹെയ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഹിപ്പി ഗേൾ ചിന്തിക്കുകയാണ് ആ കുട്ടിക്ക്, അവൾക്കിങ്ങനെ തോന്നുവാണ് ആ കുട്ടി ഇങ്ങനെ ഈ സ്റ്റിക്ക് എറിഞ്ഞതിൽ എന്താ നാണക്കേട് വിചാരിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുവാണെന്നൊക്കെയാണ് അവൾക്ക് തോന്നുന്നത്. അവനവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ഹിപ്പി ഗേളിനും ഹിപ്പി ബോയ്ക്കും അത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഹിപ്പി ബോയ് പറയും മേ ബി ആ കുട്ടി ആ ഒരു വടി എറിഞ്ഞു, എന്നിട്ട് അവരുടെ മേലിൽ പറ്റിയില്ല അല്ലേ. സോ അവരുടെ മേലിൽ പറ്റാത്തതിന് ദേഷ്യം പിടിക്കുകയാണ്, അവിടെ നിന്ന് ഇങ്ങനെ ശപിക്കുകയാണ് എന്നൊക്കെ, അങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് ഹിപ്പി ബോയ് പറയുന്നത്. മേ ബി അവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ശപിക്കുകയായിരിക്കും ഇവരുടെ മേലിൽ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. സോ അതാണ് ഹിപ്പി ബോയ് പറഞ്ഞത്. എന്നാൽ ആ ഒരു സ്റ്റിക്ക് പറയുന്നത് അതല്ല, ആ ഒരു കേസ് ശരിക്കും അതല്ല എന്നാണ് പറയുന്നത്. ആക്ച്വലി ആ സ്റ്റിക്ക് ഒരു മനുഷ്യനാണ് കേട്ടോ. സോ ആ ഒരു മനുഷ്യനാണ് മേലെ നിന്നും താഴോട്ട് വീണത്. സോ അത് ആര് കാണുന്നുണ്ട്? ആ ബോയ് കാണുന്നുണ്ട്. സോ ആ ബോയ് വിളിക്കുകയാണ് ചെയ്യുന്നത് ഈ മനുഷ്യനെ. താഴോട്ട് വീണത് ആക്ച്വലി സ്റ്റിക്കല്ല, അതൊരു മാനാണ്, പക്ഷേ റിപ്രസെൻ്റ് ചെയ്യുന്നത് സ്റ്റിക്കായിട്ടാണ്. സോ ആ മനുഷ്യനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആ ബോയ് കണ്ടിട്ടുണ്ടല്ലേ ആ ഒരു മാൻ താഴോട്ട് വീഴുന്നത്. സോ ആ മാൻ താഴോട്ട് വീണിട്ട് അത് സ്റ്റിക്കായി മാറി എന്നൊക്കെയാണ് പറയുന്നത്. സോ ഹിപ്പി ബോയിൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടല്ലേ, അതായത് താഴെ വീണിട്ടുള്ള വടി എന്തായിട്ടുണ്ട്, ആ ഹിപ്പി ബോയ് എടുത്തിട്ടുണ്ട്. സോ അവൻ അത് വെച്ച് ആ പേയ്മെൻറ്റിൽ ഇങ്ങനെ തട്ടിയിട്ട് റിതം ഉണ്ടാക്കുന്നുണ്ടല്ലേ. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ താഴെ വീണിട്ടുള്ള സ്റ്റിക്ക് അതൊരു മനുഷ്യനാണ്. സോ ആ മനുഷ്യൻ താഴോട്ട് വീണിട്ട് സ്റ്റിക്കായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ സ്റ്റിക്കാണ് ആരെടുത്തിട്ടുള്ളത്? ഹിപ്പി ബോയ് എടുത്തിട്ടുള്ളത്. കാരണം അതൊരു വടിയാണല്ലേ. സോ അവൻ ആ ഒരു വടി എടുത്തു, അവനറിയില്ല അതൊരു മനുഷ്യനാണെന്നുള്ള കാര്യം അറിയില്ല. അവൻ ആ ഒരു സ്റ്റിക്ക് എടുക്കുന്നു, ആൻഡ് ആ പേയ്മെൻറ്റിൽ തട്ടിയിട്ട് റിതം ഉണ്ടാക്കുന്നുണ്ട്. ആ റിതം ആര് കേൾക്കുന്നുണ്ട്, അത് ഏത് റിതമാണെന്നൊക്കെ നോക്കുന്നുണ്ട് ആ ഒരു ഹിപ്പി ഗേൾ അല്ലേ. സോ ഇവനിങ്ങനെ ഇത് തട്ടുന്ന സമയത്ത്, അത് ആക്ച്വലി മാനാണല്ലോ. സോ അതിങ്ങനെ തട്ടുന്ന സമയത്ത് ആ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? അയാളുടെ ഓർഗൻസിനെ ഇങ്ങനെ അനക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ആ ഒരു വടി മൂവ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റിക്കായിട്ടുള്ള മനുഷ്യൻ എന്താക്കുന്നുണ്ട്, അയാളുടെ ഓർഗൻസിനെയും ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അയാളുടെ കണ്ണുകൾ അങ്ങനെ ദൂരെ ആകാശത്തോട്ട് ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുന്നത് മാൻ ഫ്രം ഹെല്ലും വിമൻ ഫ്രം ഹെല്ലും ഈ ഹിപ്പി ഗേളിൻ്റെയും ഹിപ്പി ബോയിൻ്റെയും ബാക്കിലിങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അവർ പാട്ട് പാടുന്നുണ്ട്. സോ അവരുടെ ആ ഒരു പാട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ആ ഗട്ടറിൽ വീണിട്ടുള്ള സ്റ്റിക്ക് അതിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ. ആൻഡ് ആ ഒരു ബോയ് എന്താ ചെയ്യുന്നത്, റൂഫ് ടോപ്പിലുള്ള ആ ഒരു ബോയ് എന്താ ചെയ്യുന്നത്, അവൻ്റെ മാഞ്ഞു പോയിട്ടുള്ള വാനിഷ്ഡ് ആയിട്ടുള്ള ഫാദറിനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് ആ ഒരു പാട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം, ബാലൻസ് നോക്കാം. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് മനസ്സിലാവാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനും വിമണും അല്ലേ, ഹെല്ലിൽ നിന്ന് വന്ന അവർ രണ്ടുപേരും ടൈമിനെ കുറിച്ച് സംസാരിക്കുകയാണ്. സോ വിമൻ ഫ്രം ഹെല്ല് ആ ഒരു സ്റ്റിക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ഹിപ്പി ബോയിൻ്റെ കയ്യിലുള്ള. സോ അവൾക്ക് മനസ്സിലായി അവർ വന്നിട്ടുള്ളത് അവർ സ്റ്റിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആ സ്റ്റിക്ക് ആരുടെ കയ്യിലുള്ളത്, ഹിപ്പി ബോയിൻ്റെ കയ്യിലാണുള്ളത് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. സോ നിങ്ങൾക്ക് ചെറിയൊരു കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. സോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏഞ്ചൽസ് വരും എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. സോ ഇവർ രണ്ടുപേരും വന്നിട്ടുള്ളത് ഹെല്ലിൽ നിന്നുമാണ്. സോ ആ ഒരു ഇവൻറ്റ്, ആ ഒരു സംഭവം എന്താക്കാൻ വേണ്ടിയിട്ടാണ്, അതൊന്ന് ഡോക്യുമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിന് ശേഷം മാൻ ഫ്രം ഹെല്ല് പറയുന്നുണ്ട് അവർക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മാൻ ഫ്രം ഹെല്ല് ആ ബോയിൻ്റെ അടുത്ത്, ഹിപ്പി ബോയിൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ് എവിടെ നിന്നാണ് ആ ഒരു സ്റ്റിക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. ആൻഡ് വിമൻ ചോദിക്കും നിങ്ങൾക്ക് ആ ഒരു ഗട്ടറിൽ നിന്നാണോ കിട്ടിയിട്ടുള്ളതെന്ന്. ഹിപ്പി ഗേൾ പറയുന്നു അത് റൂഫിൻ്റെ മേലെ നിന്നും താഴോട്ട് വീണതാണ്. അങ്ങനെ ഇത് കേൾക്കുന്ന സമയത്ത് വിമൺ പറയും മാനിനോട് അത് അവർ നോക്കുന്ന ആ ഒരു സ്റ്റിക്ക് തന്നെയാണ് എന്ന് പറയുന്നു. ആൻഡ് മാൻ ഫ്രം ഹെല്ല് അവർ ഹിപ്പി ബോയിനോട് പറയുകയാണ് ആ ഒരു സ്റ്റിക്ക് കൊടുക്കാനായിട്ട്. സോ അവർ പറയണ അവരൊരു ഒരു സർവേ ഉണ്ടാക്കുന്നുണ്ട്. അതിനിത് കേൾക്കുമ്പോൾ ഹിപ്പി ഗേൾ ചോദിക്കും നിങ്ങൾ പോലീസിൽ നിന്നും വരുന്നവരാണോ എന്ന് ചോദിക്കുന്നുണ്ട്.
ആൻഡ് വിമൺ പറയും അല്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹിപ്പി ബോയ് എന്താണ് അവരെ ലയേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്, അതായത് കള്ളന്മാരെ എന്ന് വിളിക്കുന്നുണ്ട്. ആൻഡ് അവൻ പറയുന്നത് എന്താണ്, ഈ വിമൻ ഫ്രം ഹെല്ലും മാൻ ഫ്രം ഹെല്ലും ആണ് ആ ഒരു സ്റ്റിക്ക് എറിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. സോ ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ആ ഒരു എവിഡൻസിനെ സപ്രസ് ചെയ്യണം, ആ ഒരു എവിഡൻസിനെ ഒളിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത്. ആൻഡ് ആ ഒരു സ്റ്റിക്ക് അവന് തിരികെ നൽകില്ല എന്നൊക്കെയാണ് ആ ഒരു ഹിപ്പി ബോയ് പറയുന്നത്. എന്നിട്ട് അവനൊരു ട്യൂൺ ഇങ്ങനെ ഹമ്മ് ചെയ്യും. ഓക്കെ. ആൻഡ് ഇത് കേൾക്കുന്ന സമയത്ത് മാൻ ഫ്രം ഹെല്ല് പറയുന്നത് ഈ കുട്ടികൾക്ക്, അതായത് ഹിപ്പി ഗേളിനും ഹിപ്പി ബോയ്ക്കും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാനിനെയും വുമണിനെയും എന്താക്കാം, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഹിപ്പി ഗേൾ പറയും അതാ മേലെയുള്ള ബോയ് തന്നെയാണ് എറിഞ്ഞതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഹിപ്പി ബോയ് പറയും ഹിപ്പി ഗേളിൻ്റെ അടുത്ത് ഷട്ടപ്പ് എന്ന് പറയുന്നുണ്ട്, മിണ്ടാതെ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വിമൻ ഫ്രം ഹെല്ല് പറയുന്നു ആ മേലെയുള്ള കുട്ടി എന്താ ചെയ്യുന്നത്, ആ ഒരു ബോയ് അവൻ്റെ അച്ഛനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഫ്രൈറ്റുണ്ട്, ഭയങ്കര പേടിയായിട്ടുള്ളൊരു ശബ്ദത്തിലും അതുപോലെ നമ്പ് വോയിസിലും ഇടറിയ വോയിസിലുമാണ് അവന് വിളിക്കുന്നത്. ആ സമയത്ത് ഹിപ്പികൾ പറയും അവർ ആ ബോയിൻ്റെ ഒച്ച ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് വിമണ് ആ ഒരു മാനിനോട് ചോദിക്കുന്നുണ്ട് ആ ഒരു സറൗണ്ടിങ്സൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് മാൻ പറയുന്നുണ്ട് അവൾക്ക് ചെയ്യാം, പക്ഷേ സമയമൊന്നും വേസ്റ്റ് ആക്കരുത്. ആൻഡ് ഇനി നമ്മൾ കാണുന്നത് ആ ഒരു സ്റ്റിക്ക് അതിനോട് തന്നെ സംസാരിക്കുന്നതായിട്ടാണ്. ആ ഒരു സ്റ്റിക്കിൻ്റെ വോയിസ്, അതിനകത്ത് ഒരുപാട് പെയിൻ ഉണ്ട്. ആ ഒരു സ്റ്റിക്ക് അതിൻ്റെ സണ്ണിനെ ആലോചിച്ചിട്ട് സങ്കടത്തിലാണ്, വെറീഡാണ്. ആൻഡ് ദെൻ ആ ഒരു മാൻ വിമൻ്റെ അടുത്ത് ചോദിക്കുന്നു ആ സ്റ്റിക്കിൻ്റെ സംരക്ഷണം അവരെയാണോ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന്. ആൻഡ് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഹിപ്പി ബോയ് പറയുന്നുണ്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യം. എന്നിട്ട് ആ ഒരു ഹിപ്പി ഗേൾ പറയാണ് അവർക്കൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലേ, സോ അതായിരിക്കും മേ ബി ഇതിനൊക്കെ ഉള്ള ഒരു കാരണം, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാത്തതിൻ്റെ ഒക്കെ ഒരു റീസൺ അതാവാം എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ആ ഒരു സ്റ്റിക്കിനോട് തന്നെ ഇങ്ങനെ പറയാണ്, അതായത് ആ ഒരു ബോയ് എന്താക്കുന്നുണ്ട്, കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ. അവന് പറയാണ് എന്താ അവൻ്റെ ഫാദർ റൂഫിൻ്റെ മേലെ നിന്ന് വീണു എന്നിട്ടൊരു സ്റ്റിക്കായി മാറി എന്നുള്ള കാര്യമൊക്കെ ആ ഒരു ബോയ് ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. സോ അതിന് ശേഷം ആ ഒരു മാൻ ചോദിക്കുകയാണ് ഹിപ്പി ബോയിൻ്റെ അടുത്ത് എന്തിനാണ് ആ ഒരു സ്റ്റിക്ക് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, വാട്ട് എയിം ഹി ഹാസ്, എന്ത് എയിമാണ് അവനുള്ളത്. ഹിപ്പി ബോയ് പറയും അവന് എയിംസിൽ താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്, എന്താണ് ഹിപ്പി ബോയിൻ്റെ അടുത്ത് ആ ഒരു മാൻ ഫ്രം ഹെൽ ചോദിച്ചത്. സോ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് മാൻ പറയും നിനക്ക് എയിമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഒരു സ്റ്റിക്ക്, നിനക്ക് ആവശ്യമില്ലല്ലോ എന്ന് പറയും, യൂസ്ലെസ് അല്ലേ എന്ന് പറയും. ആൻഡ് അതുകൊണ്ട് തന്നെ അത് ആ ഒരു മാനിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ ആ ഒരു മാനിനെ സംബന്ധിച്ചിടത്തോളം, വിമണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു വാല്യുബിൾ പീസ് ഓഫ് എവിഡൻസ് ആണല്ലേ, ആ ഒരു പേഴ്സണിനെ കുറിച്ചുള്ള ഒരു വാല്യുബിൾ പീസ് ഓഫ് എവിഡൻസ് ആണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ദ ഹിപ്പി ഗേൾ വാണ്ട്സ് എ കിസ് ഫ്രം ദ ഹിപ്പി ബോയ്. ഹിപ്പി ഗേളിന് ഒരു കിസ് വേണമായിരുന്നു ഹിപ്പി ബോയിൻ്റെ അടുത്ത് നിന്നും. ഹിപ്പി ബോയ് പറയാണ് അവന് അതിനുള്ളൊരു മൂഡില്ല ഇപ്പോൾ. ആൻഡ് ദെൻ ഹിപ്പി ഗേൾ പറയും അവളുടെ ബാക്ക് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഹിപ്പി ബോയിൻ്റെ അടുത്ത്. ആൻഡ് അവളുടെ ആ ഒരു കോളറൊന്ന് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടെന്താ ഹിപ്പി ബോയ് ആ ഒരു സ്റ്റിക്ക് ആ ഒരു അവളുടെ ഡ്രസ്സിൻ്റെ കോളറിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഹിപ്പി ബോയ് ആ ഒരു സ്റ്റിക്ക് മേലോട്ടേക്കിന് എടുക്കും. എന്നിട്ട് അവന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഹിപ്പി ഗേളിൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹിപ്പി ഗേളും ഇതേപോലെ തന്നെ ആ ഒരു സ്റ്റിക്ക് എടുക്കുന്നു. എന്നിട്ട് ഹിപ്പി ബോയിൻ്റെ കോളറിൻ്റെ ഉള്ളിലോട്ട് താഴോട്ട് ഇട്ടിട്ട് അവളും സ്ക്രാച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ആ സമയത്ത് ഹിപ്പി ബോയ് പറയുന്നു എല്ലാ സ്ഥലത്തും സ്ക്രാച്ച് ചെയ്യാനായിട്ട്. ആൻഡ് ഹിപ്പി ബോയ് പറയുന്നുണ്ട് അവനിങ്ങനെ ഫീൽ ചെയ്യാണ്, അവന് കുറേ നാളായി കുളിച്ചിട്ട് ആ ഒരു ഫീലാണ് അവന് വരുന്നത്. അതിനുശേഷം ഹിപ്പി ഗേൾ ആ ഒരു വടിയെടുത്തിട്ട് അത് അപ്പുറത്തേക്ക് എറിയാണ് ചെയ്യുന്നത്. മാൻ ഫ്രം ഹെൽ ആ ഒരു സ്റ്റിക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അഥവാ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേങ്കിൽ ഹിപ്പി ബോയ് ആ ഒരു മാൻ ഫ്രം ഹെല്ലിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ആ ഒരു സ്റ്റിക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ആ ഒരു മാൻ ഫ്രം ഹെൽ എന്താണ് ഹിപ്പി ബോയിൻ്റെ കയ്യിൽ നിന്നും പൈസ കൊടുത്തിട്ട് ആ ഒരു സ്റ്റിക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ആൻഡ് ആ ഒരു മാന് ഹിപ്പി ബോയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എത്ര പൈസ വേണം ഈ ഒരു സ്റ്റിക്കിന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഹിപ്പി ഗേൾ പറയും $1. പക്ഷേ അപ്പോൾ മാൻ ഫ്രം ഹെൽ ചോദിക്കുകയാണ്
നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ജസ്റ്റ് ഒരു വുഡൻ സ്റ്റിക്കിന് $1 ചോദിക്കാനായിട്ട് പറ്റിയത് എന്ന്. സോ ആ സമയത്ത് ഹിപ്പി ബോയ് പറയും $2 തന്നാലും ഈ ഒരു സ്റ്റിക്ക് തരില്ല എന്ന് പറയുന്നു. ആൻഡ് ഹിപ്പി ഗേൾ പറയാണ് ആ മാൻ്റെ അടുത്ത്, നിങ്ങൾ എവിടെ പോയി തിരഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെയുള്ള സ്റ്റിക്സ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ആൻഡ് മാൻ പറയാണ് നിങ്ങൾക്ക് $1 വെച്ചിട്ട് കുറച്ച് നേരം സ്മോക്ക് ചെയ്യാനുള്ള സിഗരറ്റ്സൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം എന്നാണ് പറയുന്നത്. സോ ഹിപ്പി ബോയ് പറയുന്നു ഹിപ്പി ബോയ്ക്കും അതുപോലെ തന്നെ സ്റ്റിക്കിനും തമ്മിലൊരു നല്ല ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ അവന് സ്റ്റിക്കുമായിട്ട് നല്ല രീതിയിൽ പോസ് ചെയ്യുന്നുണ്ട്. ഹിപ്പി ഗേൾ പറയുന്നു ഹിപ്പി ബോയും സ്റ്റിക്കും ഒരേപോലെയാണ് കാണാനായിട്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ സ്റ്റിക്കിനെ കാണാനായിട്ട് ഹിപ്പി ഗേളിൻ്റെ യങ്ങർ സിസ്റ്ററിനെ പോലെയാണ് ഉള്ളത്. സോ ഹിപ്പി ഗേളിൻ്റെ യങ്ങർ സിസ്റ്റർ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു മൊസ്കിറ്റോ എന്നാണ്. അതുപോലെ തന്നെ അവളുടെ യങ്ങർ ബ്രദർ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗാഗ എന്നാണ്. സോ ഇത് കേട്ട സമയത്ത് ഹിപ്പി ബോയ്ക്ക് അറിയണമായിരുന്നു എന്താണ് ഗാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹിപ്പി ഗേൾ പറയുന്നുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തു തരാനെന്ന്. അങ്ങനെ അതിന് ശേഷം ഹിപ്പി ബോയ് യെസ്റ്റർഡേ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഫ്യൂണറലിനെ കുറിച്ച് പറയുന്നുണ്ട്. മാൻ ഫ്രം ഹെല്ല് പറയുന്നു അത് ഹെല്ലിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന ആരോ എന്നാണ്. അയാളുടെ നെയിം ഗാർ എന്നായിരുന്നു. ഹിപ്പി ഗേൾ പറയുന്നു അവളുടെ സിസ്റ്ററും മരിച്ചു പോയിട്ടുണ്ട്, അവൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സോ എല്ലാം ഒരു റിഡിൽ പോലെയാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കടങ്കഥ പോലെയാണ് എല്ലാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നാളെ ആളുകൾ ഇന്ന് എന്ന് പറയുമെന്നൊക്കെയാണ് പറയുന്നത്, നാളെ എന്ന് പറയുന്നതിന് പകരം. അങ്ങനെ ഇവരിതൊക്കെ സംസാരിക്കുന്ന സമയത്ത് വിമൻ ഫ്രം ഹെല്ല് ഓടി വന്നിട്ട് മാൻ ഫ്രം ഹെല്ലിനോട് പറയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ആ സമയത്ത് മാൻ ഫ്രം ഹെല്ല് പറയും അയാളിങ്ങനെ $1 കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഈ ഹിപ്പി ബോയും ഹിപ്പി ഗേളും അത് റിഫ്യൂസ് ചെയ്തു. ആ സമയത്ത് വിമൻ പറയും പെട്ടെന്ന് തന്നെ ചെയ്യണം ബിക്കോസ് ആ ഒരു ചൈൽഡ് വരുന്നുണ്ട്. സോ അവൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലോട്ട് പോയ സമയത്ത് ഒരു അനൗൺസ്മെൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ലോസ്റ്റ് ചൈൽഡിനെ കുറിച്ച്. ആ ചൈൽഡ് ഒരുപാട് നോയ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ ചൈൽഡ് പറയുന്നുണ്ടായിരുന്നു അവൻ്റെ ഫാദർ റൂഫിൻ്റെ മേലെ നിന്നും താഴോട്ട് വീണു എന്നിട്ടൊരു സ്റ്റിക്കായി മാറി എന്നൊക്കെ. പക്ഷേ ആരും തന്നെ അവനെ ബിലീവ് ചെയ്തില്ല. ആൻഡ് ആ ചൈൽഡ് ആ ഒരു സ്റ്റോറിൽ നിന്നും ഓടിപ്പോയി. ആൻഡ് അവനിപ്പോൾ അവൻ്റെ ഫാദറിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആൻഡ് അതിന് ശേഷം ആ ഒരു സ്റ്റിക്കിനോട് തന്നെ സംസാരിക്കുകയാണ്. ആ ചൈൽഡ് അത് കണ്ടു. ആ സ്റ്റിക്കിന് തീർച്ചയായിട്ടും അറിയായിരുന്നു ആ കുട്ടി അത് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം. സോ ആ ഒരു സമയത്ത് ആ സ്റ്റിക്ക് ഒരു റെയിലിങ്ങിൽ ചാരി നിൽക്കുമായിരുന്നു. സോ അതൊരു വേൾപൂൾ പോലെ ആയിരുന്നു. വേൾപൂൾ എന്ന് പറഞ്ഞാൽ ചുഴി കേട്ടോ, വെള്ളത്തിൻ്റെ ചുഴിയില്ലേ, അപ്പോൾ അതുപോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹിപ്പി ബോയ് ആ ഒരു സ്റ്റിക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ആ സ്റ്റിക്കിന് എന്താണ് ഇങ്ങനെ ഡിസി ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഡിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകറക്കം അല്ലേ. അങ്ങനെ ആ സമയത്ത് ആ ഒരു സ്റ്റിക്കിനെ വിളിച്ചു. സോ അവന് വിളിച്ചിട്ടുണ്ടായിരുന്നത് അവന് 10 സെൻസ് വേണമായിരുന്നു. 10 സെൻസ് എന്തിനാണ്? ഒരു ടെലിസ്കോപ്പിൻ്റെ ഉള്ളിലൂടെ 3 മിനിറ്റ് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു 10 സെൻസിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി സ്റ്റിക്കിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സ്റ്റിക്കിന് സഡൻലി ഫീൽ ചെയ്യുന്നത് എന്താണ്? അയാളുടെ ശരീരം ഇങ്ങനെ മേലോട്ട് ഉയരുന്നതും അയാളൊരു സ്റ്റിക്കായി മാറുന്നതുമാണ്. ആൻഡ് സ്റ്റിക്ക് പറയുന്നുണ്ട് സ്റ്റിക്കിന് മാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മനുഷ്യനാണല്ലേ. പക്ഷെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു മനുഷ്യനെങ്ങനെയാണ് സ്റ്റിക്ക് ആവുക, അതൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ എഗെയിൻ ഈ ഒരു പ്ലേയിൽ അങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഹിപ്പി ഗേൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഹിപ്പി ബോയ് ആ ഒരു സ്റ്റിക്ക് ഡ്രോപ്പ് ചെയ്തതെന്ന്. അങ്ങനെ ആ സമയത്ത് അവൻ പറയുന്നത് എന്താണ്, ആ വടി അവൻ്റെ കയ്യിലിരുന്ന് ഇങ്ങനെ ചാകാൻ പോകുന്ന ഒരു മീനിനെ പോലെ ഇങ്ങനെ പിടച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഹിപ്പികൾ പറയും അതൊക്കെ അവൻ്റെ ഒരു ഇമാജിനേഷൻ മാത്രമാണെന്ന്. വിമൻ ഫ്രം ഹെല്ല് മാൻ ഫ്രം ഹെല്ലിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. സോ വിമൻ ഫ്രം ഹെല്ല് മാൻ ഫ്രം ഹെല്ലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഒരു ലിറ്റിൽ ബോയിനെ കാണുന്നുണ്ടോ. ആൻഡ് ആ ബോയുടെ നെക്ക് വളരെ ഷോർട്ടായിരുന്നു. ആൻഡ് അവൻ ബിഗ് ഗ്ലാസസ് ആണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാൻ ഫ്രം ഹെല്ല് പറയുന്നു ആ ബോയ് അവരുടെ അടുത്തോട്ട് പതുക്കെ വരുന്നുണ്ടെന്ന്. വീണ്ടും സ്റ്റിക്കിനോട് തന്നെ പറയാണ് ആ ഒരു ചൈൽഡിൻ്റെ ഫുഡ് സ്റ്റെപ്സ് കേൾക്കാനായിട്ട് പറ്റുന്നു. അങ്ങനെ ആ ഒരു ഹിപ്പി ബോയ് $5 തന്നു കഴിഞ്ഞാൽ സ്റ്റിക്ക് തരാമെന്ന് പറയുന്നു.
ആൻഡ് അവന് പറയുന്നുണ്ട്, EP ബോയ് പറയും അവനിത് വിൽക്കുന്നത് അവന് വിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു മാനിന് ദേഷ്യം പിടിച്ചു ആൻഡ് $5 കൊടുത്തിട്ട് അത് വാങ്ങിക്കുന്നു. ആൻഡ് അയാൾ പറയുന്നുണ്ട് EP ബോയിൻ്റെ അടുത്ത്, നീ ഇപ്പോൾ ഒരു ക്ലെവർ ആയിട്ടുള്ള ഒരു ബാർഗെയിൻ ചെയ്ത പോലെ തോന്നാം, പക്ഷേ യു വിൽ റിയലൈസ് ഇറ്റ് സൂൺ. നീ പെട്ടെന്ന് തന്നെ അത് റിയലൈസ് ചെയ്യും, നീ വിറ്റത് ആക്ച്വലി ഒരു സ്റ്റിക്കല്ല എന്നുള്ളൊരു കാര്യം. ആൻഡ് വളരെ പെട്ടെന്ന് തന്നെ നീ നിന്നെ തന്നെയാണ് വിറ്റത് എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാവും എന്നൊക്കെയാണ് ആ ഒരു മാൻ പറഞ്ഞത്. ഹിപ്പീസ് എന്തായി അവിടെ നിന്നും മൂവ് ചെയ്തു. ആൻഡ് മാനും വിമനും ആ ഒരു സ്റ്റിക്ക് ഗട്ടറിൽ നിന്നും എടുക്കുന്നു. അങ്ങനെ മാൻ എന്താക്കുന്നു, അവൻ്റെ ഫിംഗർ ടിപ്സ് കൊണ്ട് ആ ഒരു സ്റ്റിക്ക് എടുക്കുന്നു. ആ ന്യൂസ് പേപ്പർ വെച്ചിട്ട് അത് വൈപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡേർട്ടിനെസ് ഗട്ടറിലാണല്ലോ വീണത്. സോ ആൻഡ് ആ സമയത്ത് അവിടേക്ക് ആ ഒരു ചൈൽഡ് എത്തിയിട്ടുണ്ട്. ആൻഡ് ആ സമയം മാൻ ആ ഒരു സ്റ്റിക്ക് അവൻ്റെ പുറകിൽ ഒളിപ്പിച്ച് വെക്കുന്നു. ആൻഡ് അയാൾ അതെന്താക്കുന്നു, അയാളുടെ ട്രൗസറിൻ്റെ അകത്തോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലേറ്റർ അയാൾ ആ ഒരു സ്റ്റിക്ക് പുറത്തോട്ട് തന്നെ എടുക്കുന്നുണ്ട്. വുമൻ ഫ്രം ഹെല്ല് പറയുന്നുണ്ട് അവൾക്ക് സിമ്പതി തോന്നുന്നുണ്ട് ആ ഒരു സ്റ്റിക്കിനോട്. പക്ഷേ മാൻ ഫ്രം ഹെല്ല് പറയുന്നു അവരുടെ ജോലിയിൽ അനുകമ്പയ്ക്ക് സ്ഥാനമില്ല എന്ന്. ആൻഡ് അതിനുശേഷം മാൻ ഫ്രം ഹെല്ലിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു സ്റ്റിക്ക് വിമൻ എടുക്കുന്നുണ്ട്. ആൻഡ് ഷീ സേസ് ആ ഒരു സ്റ്റിക്ക് വളരെ ലൈറ്റ് ആണെന്ന്. അത് കേൾക്കുമ്പോൾ മാൻ പറയും അത് അവിടെ ഫസ്റ്റ് ട്രൈ ഔട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നാനായിട്ട് കാരണം. ആൻഡ് അയാൾ പറയുന്നുണ്ട് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന്. സോ അവൾ അതിനെ ആ ഒരു സ്റ്റിക്കിനെ എക്സാമിൻ ചെയ്യുന്നുണ്ട് താഴെ മുതൽ മേലെ വരെ. ആൻഡ് അവൾ പറയുന്നുണ്ട് ഒരു ഡിഫറൻസ് ഉണ്ട്. മേലെ ഭാഗം ആ ഒരു സ്റ്റിക്കിൻ്റെ മേലെ ഭാഗം ഡേർട്ടി ആയിട്ടുണ്ട്, ഡേർട്ട്സും അതുപോലെ തന്നെ ഗ്രീസും ഒക്കെ ഉണ്ട്. ഹ്യൂമൻ ഹാൻഡിൽ നിന്നുമാണ് അത് വന്നിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ അടിഭാഗം നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല പോളിഷ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആൻഡ് അതിനർത്ഥം ആക്ച്വലി ആ ഒരു ഗട്ടറിൽ അത് ഒന്നും ചെയ്യാതെ നിന്നു എന്നുള്ളതല്ല എന്നും കൂടെ ആ ഒരു വിമൻ ഫ്രം ഹെല്ല് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ജീവിതകാലത്ത് അതിനെ ആൾക്കാർ ചില പ്രത്യേക കാരണങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സ്റ്റിക്ക് അതിനോട് തന്നെ പറയുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും സത്യമാണെന്ന്. ആൻഡ് വിമൻ ഫ്രം ഹെല്ല് പറയുന്നു അത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ആൻഡ് മാൻ പറയുന്നു അതിൻ്റെ മേലെ ഒരുപാട് സ്കാർസൊക്കെ ഉണ്ട്. സോ അതതിൻ്റെ ജീവിതം പകുതി വെച്ചിട്ട് ഓടിപ്പോയ ഒരാളല്ല, വളരെ ധൈര്യത്തോടെ തന്നെ ജീവിതത്തെ ജീവിച്ച ഒരാളാണെന്നാണ് പറയുന്നത്. ഒരു സ്റ്റിക്കിന് ഒരു കണ്ണ് കാണാത്ത ബ്ലൈൻഡ് മാനിനെ മുന്നോട്ട് വഹിക്കാനായിട്ട് പറ്റും. ആൻഡ് ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്യാനായിട്ടും പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ആ ഒരു വടി ഒരു ലിവർ പോലെ ഉപയോഗിച്ച് ഭാരമുള്ള വസ്തുക്കളെ മൂവ് ചെയ്യാനും പറ്റും. അത് ഉപയോഗിച്ച് എനിമീസിനെ ബീറ്റ് ചെയ്യാം. ഒരുപാട് ടൂൾസിൻ്റെ ഒരു റൂട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത്. ആൻഡ് വിമൻ ഫ്രം ഹെല്ല് പറയുന്നു വിമന് ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് മാനിനെ തള്ളാം, അതുപോലെ തന്നെ മാനിന് തിരിച്ച് ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് വിമനെയും തള്ളാം. സോ മാൻ ഫ്രം ഹെല്ല് പറയുന്നു ഇതെല്ലാം ആ ഒരു സ്റ്റിക്കിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സിനെയാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു സ്റ്റിക്ക് വളരെയധികം സത്യസന്ധമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ആ ഒരു സ്റ്റിക്കിനെ പല രീതിയിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, ഈ ചാപ്റ്ററിന് ചെറിയൊരു ബാലൻസ് കൂടെ മാത്രമേ വരുന്നുള്ളൂ. അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ പാർട്ട് 2 ആയിട്ട് ചെയ്യാം കേട്ടോ. സോ ഇതുവരെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. സോ താങ്ക് യു.